മന്ത്രിമാർ സമരപ്പന്തലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 413 ദിവസവും സമരം നടന്ന ഇടത്തേക്കാണ് മന്ത്രിമാർ എത്തിയിട്ടുള്ളത്. അവർ നാരങ്ങാനീര് നൽകി സമരം നടത്തുന്ന ആളുകൾക്ക് നാരങ്ങാനീര് നൽകി അത് അവസാനിപ്പിക്കുന്നതിലേക്ക് കടക്കുകയാണ്. അതിനിടെയാണ് മറ്റൊരിടത്ത് റോഡരികിൽ സമരപ്പന്തൽ കെട്ടിക്കൊണ്ട് പുതിയ സമരത്തിലേക്ക് കടക്കുന്നത്. തങ്ങളുടെ എല്ലാ അവകാശങ്ങളും, അത് താത്കാലിക പരിഹാരമെന്നാണ് നിലവിൽ ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടിയിരിക്കുന്നതിനെ വിശേഷിപ്പിക്കുന്നത്. അതുപോരാ, തങ്ങളുടെ ഭൂമി അത് തങ്ങളുടേത് തന്നെയാണെന്ന് ഉറപ്പ് വേണം, അത് സ്ഥിരമായി തന്നെയാണ് അത്തരത്തിലേക്ക് ഉറപ്പ് വേണ്ടത് എന്ന് അവർ പറയുകയാണ്. അങ്ങനെ മറ്റൊരു സമരത്തിലേക്ക്, രണ്ടാം ഭൂസമരം എന്നവർ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്കൊരു സമരം അവിടെ തുടങ്ങുകയാണ്. ഇപ്പോൾ മന്ത്രിമാർ എത്തിയിട്ടുണ്ട്. വിഷ്ണു സുരേഷും നിതിൻ അംബുജനും തുടരുന്നുണ്ട്. വിഷ്ണു, ഇതിലിപ്പോൾ ഈ മന്ത്രിമാരുടെ നിലപാട്, അവർ എന്തെങ്കിലും ഈ പുതിയ സമരക്കാരോട് എന്തെങ്കിലും സംസാരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ടോ? അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ അവരുമായി എന്തെങ്കിലും സംസാരിക്കാൻ സാധ്യതയുണ്ടോ? അനുജ, അങ്ങനെയുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല. നിലവിൽ ഔദ്യോഗിക ഭൂസംരക്ഷണ സമിതി നടത്തുന്ന സമരപ്പന്തലിലാണ് മന്ത്രിമാർ എത്തിയിരിക്കുന്നത്. അവരിങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയും ഈ സമരക്കാരുമായി ചർച്ച ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം ഇതിനോടകം തന്നെ ഇതൊരു BJP സ്പോൺസേർഡ് സമരം എന്ന ആക്ഷേപം ദൃശ്യത്തിൽ കാണുന്ന സമരസമിതിയുടെ രക്ഷാധികാരി സംസാരിക്കുന്നതാണ്. അതിലേക്കാണ് തത്സമയം. MLA ഉണ്ണികൃഷ്ണൻ, ഇവരോടൊപ്പം മാണി കോൺഗ്രസിന്റെ MLA ആയ ജോ മൈക്കിൾ, അതോടൊപ്പം മറ്റ് വിശിഷ്ടാതിഥികൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. ഇത്ര ദിവസത്തെ ഈ യാത്രയിൽ ഒരു ബ്രേക്കിൻ്റെ ആവശ്യമാണ്. കാരണം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിയമവഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പല പ്രാവശ്യവും ബഹുമാനപ്പെട്ട രാജീവ് സാറിനെ കളമശ്ശേരിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ചെന്ന് കണ്ടപ്പോഴൊക്കെ എപ്പോഴും നമുക്ക് പ്രതീക്ഷകളും പ്രത്യാശകളും നൽകിയിരുന്നു. ഗവൺമെന്റ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചപ്പോഴും അതിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കും അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടാണ് ചിന്തിച്ച് എഴുതി ഭാവിയിൽ ഒരു പ്രശ്നം വരാതിരിക്കാനുള്ള രീതിയിലാണ് അത് ഉണ്ടാക്കിയെടുക്കുകയും അത് ഞങ്ങൾക്ക് അന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും അതോടൊപ്പം തന്നെ ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും ഒരു സഹായമായിട്ട് പ്രശ്നം പരിഹരിക്കപ്പെടും, ഒന്ന് കാത്തിരിക്കുക, നിയമപരമായിട്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് എപ്പോഴും നമുക്കൊരു ധൈര്യം നൽകുകയും ചെയ്ത സാറാണ് ബഹുമാനപ്പെട്ട രാജീവ് സാർ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ രാജീവ് സാറിനെയും കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം, നിയമവഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ 413 ദിവസം നീണ്ട മുനമ്പത്തെ ഭൂസമരം അത് അവസാനിപ്പിക്കുകയാണ്. സമരം തുടങ്ങിയ ആളുകൾ അത് രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. രണ്ടാം ഭൂസമരം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരിടത്തേക്ക് റോഡരികിലേക്ക് പന്തൽ കെട്ടി പുതിയ സമരത്തിന് തുടക്കമാകുമ്പോൾ ഈ സമരം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മന്ത്രിമാർ P രാജീവും K രാജനും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.